ഹായ് ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടാൻ കാരണം അപ്പം 4 വയസ്സുള്ളൊരു കൊച്ചുകുട്ടിയെ കൊച്ചച്ഛൻ പീഡിപ്പിച്ച സംഭവമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊരു വ്ളോഗറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ 4 വയസ്സുള്ളൊരു കൊച്ചുകുട്ടിക്ക് എന്ത് കണ്ടിട്ടാണ് ഈ കൊച്ചച്ഛൻ എന്ന് പറയുന്ന ആ മൃഗതുല്യൻ, മൃഗമെന്ന് തന്നെ പറയാം, മൃഗങ്ങൾക്കാണ് ഈ ഒരു ബന്ധവും ഇതൊന്നും നോക്കാത്തത്. അതുപോലെ തന്നെ മനുഷ്യരിലും കണ്ടുവരുന്നു ഇപ്പോൾ. എന്ത് കണ്ടിട്ടാണ്? അപ്പം പണ്ടുള്ളവർ പറയും വേഷം കണ്ടിട്ടാണ് ഓരോരുത്തരോട് ഓരോന്ന് തോന്നുന്നത് എന്ന്. ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല കാര്യങ്ങൾ എന്ന്. അപ്പോൾ ആ കുട്ടിയുടെ വേഷം കണ്ടിട്ടാണോ? അപ്പോൾ അതൊന്നുമല്ല. അപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചിരുത്തി, എന്നാൽ പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകം, ഇപ്പോൾ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നുമില്ല, പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകം നമ്മൾ പിടിച്ചിരുത്തി, അമ്മമാർ പിടിച്ചിരുത്തി അന്നത്തെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം മോനുള്ള കൂട്ടുകാരികളെ കുറിച്ച് ചോദിക്കുക, ടീച്ചറിനെ കുറിച്ച് ചോദിക്കുക, ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുക, ഇന്ന് കളിച്ച കളികളെക്കുറിച്ച് ചോദിക്കുക, സ്കൂളിൽ പഠിപ്പിച്ച പാഠങ്ങൾ ഏതെന്ന് ചോദിക്കുക. എല്ലാം കുട്ടിയെ നമ്മൾ വിളിച്ച് അടുത്തിരുത്തി വാത്സല്യപൂർവ്വം ചോദിച്ചു മനസ്സിലാക്കുക. അങ്ങനെയാണ് അമ്മമാർ ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികൾ അവരുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയും. അപ്പോഴങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ കുട്ടികളെല്ലാം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്. കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു ഇടം ഇല്ലാത്തിടത്താണ്. എനിക്ക് അമ്മയോടൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, പിഞ്ചു മനസ്സിലും കാണുമല്ലോ ചില കാര്യങ്ങൾ, എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല. 4 വയസ്സുള്ള കുട്ടിയെന്ന് പറയുമ്പോൾ പൊടിക്കുഞ്ഞാണ്. എൻ്റെ കുഞ്ഞിന്, എൻ്റെ ഇളയ മോന് തന്നെ 6 വയസ്സുണ്ട്. അപ്പം പൊടിക്കുഞ്ഞാണ്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കുട്ടി സ്വയം അമ്മയോട് പറയും, ആ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ വിളിച്ച് അടുത്തിരുത്തി പിന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ സ്കൂളുകളിൽ കൗൺസിലിംഗ് വയ്ക്കുക. അപ്പം കൗൺസിലിംഗ് ചെയ്യുമ്പോൾ തന്നെ ഓരോ കുട്ടികളെ പിടിച്ച് അടുത്തിരുത്തി ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ കൗൺസിലിംഗ് ചെയ്യുന്ന ടീച്ചർമാർക്ക് മനസ്സിലാകും കാര്യങ്ങളൊക്കെ. അങ്ങനെയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കുറ്റം ചെയ്തവന്മാർ മുഖം മറച്ച് കൊണ്ടുപോകുന്ന ഏർപ്പാട്, അതെന്ത് ഏർപ്പാടാണല്ലേ? എല്ലാവരും കാണട്ടെ, വെളിയത്ത് അവൻ്റെ മുഖം എല്ലാവരും കാണട്ടെ. ആ മൃഗത്തിൻ്റെ മുഖം എല്ലാവരും കാണട്ടെ. അവരെ നിയമത്തിന് മുന്നിൽ കൊടുക്കുക എന്നുള്ളതല്ല, ജനങ്ങളുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് പറയണേ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. പിന്നെ ജനങ്ങളുടെ മുന്നിലോട്ട് അവനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും അവന് വേണ്ട ശിക്ഷ. അല്ലാതെ കോടതിയിൽ കൊണ്ടുപോയിട്ടൊന്നും വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം ജനങ്ങളാകുമ്പോൾ അവന് വേണ്ട ശിക്ഷ അപ്പോൾ തന്നെ നടപ്പിലായിക്കോളും, എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോഴതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ കാരണം സ്വന്തം കുട്ടികളെ ഒന്ന് കൊഞ്ചിക്കാനോ ഒന്ന് എടുക്കാനോ ഒന്ന് അടുത്ത് കിടത്താനോ പറ്റാത്ത അവസ്ഥയാണ് അച്ഛന്മാർക്കുള്ളത്. അവരെന്ത് സ്നേഹിച്ച് തെറിച്ച 1-2 പേർ മാത്രമേ ഇങ്ങനെയൊക്കെ കാണുള്ളൂ. പക്ഷേ ഇവർ കാരണം കുഞ്ഞുങ്ങളെ, തൻ്റെ മക്കളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒന്ന് എടുക്കാനോ ഒന്ന് ലാളിക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ പോലും ഈ അച്ഛന്മാർക്ക് കഴിയുന്നില്ല. അവരുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ദുഷ്ടന്മാർ, ഒറ്റൊരുത്തന്മാർ കാരണം ഇങ്ങനെയൊക്കെയാണ് ലോകം. അച്ഛന്മാർക്കോ എത്രയോ നല്ല അച്ഛന്മാരും കൊച്ചച്ഛന്മാരും മാമന്മാരും എല്ലാവരും ഉണ്ട് അല്ലേ? അപ്പം ഈ ഒരു മൃഗതുല്യനായ ഈ ഒരു വ്യക്തി കാരണം ബാക്കിയുള്ളവർക്ക് പോലും തങ്ങളുടെ പെൺമക്കളെ ആവട്ടെ ആൺമക്കളെ ആവട്ടെ ഒന്നെടുത്ത് ലാളിക്കാനോ സ്നേഹിക്കാനോ ഒന്നും കഴിയുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യാനാണ്? സ്വന്തം മക്കളെ അവർക്കൊന്നും ലാളിക്കാൻ പറ്റുന്നില്ല.
ആ ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അപ്പോൾ അവനെ സത്യമായും ജനങ്ങളുടെ മുന്നിലോട്ട് എറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അവന് കിട്ടാനുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കണേ. അപ്പം ആ കൊച്ചുകുട്ടിയുടെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. സിനി സന്തോഷം.